ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ കലാശപ്പോരിൽ ബഹ്റൈനു മുന്നിൽ ഒമാൻ പൊരുതി തോറ്റു. കുവൈറ്റിലെ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ 2-1 ബഹ്റൈന്റെ വിജയം. ഒമാനു വേണ്ടി അബ്ദുറഹ്മാൻ അൽ മുക്ഷൈഫിയും ബഹ്റൈനു വേണ്ടി മുഹമ്മദ് ഫർഹുൻ ഒരു ഗോളും നേടി. അവസാന മിനിറ്റിൽ മുഹമ്മദ് അൽ മസ്ലമിയുടെ ബൂട്ടിൽ നിന്നും വീണ് സെൽഫ് ഗോളാണ് ഒമാന്റെ കിരീട നേട്ടത്തിന് തിരിച്ചടിയായത്. ഇന്ന് റോയൽ ഒമാൻ പോലീസ് ദിനം. എല്ലാ വർഷവും ജനുവരി 5 ROP ദിനാഘോഷം നടന്നുവരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായി ഒമാനെ മാറ്റിയതിൽ റോയൽ ഒമാൻ പോലീസിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന സുരക്ഷാ വിഭാഗമാണ് ROP. പോലീസ് വെബ്സൈറ്റ് വഴി പാസ്പോർട്ട്, വിസ, ലൈസൻസ് സേവനങ്ങളും ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കി വരുന്നുണ്ട്. ഒമാനിൽ താപനില വീണ്ടും താഴുന്നു. ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ 1 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരെ താപനില രേഖപ്പെടുത്തുന്നുണ്ട്. മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വിലായത്തിലെ അൽസെ പർവ്വത പ്രദേശത്ത് താപനില 0.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിലാണ്. 3.1 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മുക്ഷിൻ 4, അൽ മസ്യൂന 5.6, തുമ്രൈത്ത് 7, മഹദ 7.8, യങ്കൽ 8.3 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു മറ്റ് സ്ഥലങ്ങളിലെ താപനില. അതേസമയം താപനില കുറഞ്ഞതിന് പിന്നാലെ തണുപ്പ് ശക്തമായി. ഞായറാഴ്ച വരെ തണുത്ത കാലാവസ്ഥയെയാണ് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ മെട്രോളജി വിഭാഗം അറിയിച്ചു. പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റുമുണ്ടായേക്കാം. പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെ ഇത് ബാധിക്കും. കടലും പ്രക്ഷുബ്ധമാകും. ഉയർന്ന കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ, ദൃശ്യപരത കുറയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അപകട സാധ്യതകൾ കാരണം ഈ പ്രദേശങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉള്ള സമയങ്ങളിൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം മസ്കറ്റ് അടക്കം പല ഭാഗത്തും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. പകൽ സമയത്തും തണുത്ത കാറ്റുണ്ട്. തണുപ്പ് കാരണം രാത്രികാലങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങാത്ത അവസ്ഥയുമായി. ഇറങ്ങുന്നവർ തന്നെ കമ്പിളി വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തെത്തുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ഈ മഴയ്ക്ക് ശേഷമാണ് പല ഭാഗത്തും കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും വ്യക്തമാക്കി. ശൈത്യകാല അവധി ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോയ പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നു. പുതുവർഷവും നാട്ടിൽ ചെലവഴിച്ച് സ്കൂൾ തുറക്കും മുമ്പ് മടങ്ങിയെത്തുന്നവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ നിലവിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ ഒമാനിലെ ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. നാട്ടിലേക്കുള്ള നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് മടക്കയാത്രാ ടിക്കറ്റുകളും കുറഞ്ഞ നിരക്കിൽ വിമാന കമ്പനികൾ ലഭ്യമാക്കിയിരിക്കുന്നത്. യാത്രക്കാർ കുറഞ്ഞത് നിരക്ക് കുറയാനിടയാക്കി. അവസരം മുതലെടുത്ത് UAE ഉൾപ്പെടെ ഇതര ഗൾഫ് നാടുകളിലെ പ്രവാസികൾ ഒമാൻ വഴി ടിക്കറ്റ് എടുത്തും യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ നിരക്ക് കോഴിക്കോട് മസ്കറ്റ് റൂട്ടിലും ഉയർന്ന നിരക്ക് തിരുവനന്തപുരം മസ്കറ്റ് റൂട്ടിലുമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജനുവരി 6, 7 കോഴിക്കോട് മസ്കറ്റിലേക്ക് 38 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 44 റിയാലിന് വരെ ടിക്കറ്റുണ്ട്. കണ്ണൂർ സെക്ടറിൽ നിന്നും 42 റിയാലിനും ടിക്കറ്റ് ലഭ്യമാണ്. താരതമ്യേന ഉയർന്ന നിരക്കുള്ള തിരുവനന്തപുരത്ത് നിന്നും മസ്കറ്റിലെത്താനും 55 റിയാലിന് ടിക്കറ്റ് ലഭ്യമാണ്. സലാമയർ അടക്കം മറ്റ് ബജറ്റ് എയർലൈനിലും സമാന നിരക്കിൽ ടിക്കറ്റുകളുണ്ട്. കോഴിക്കോട് നിന്നും സലാലയിലേക്ക് 38 റിയാലും കൊച്ചിയിൽ നിന്ന് 44 റിയാലുമാണ് നിരക്ക്. എന്നാൽ ജനുവരി ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് വീണ്ടും കുറയുന്നതായാണ് വെബ്സൈറ്റുകൾ നൽകുന്ന വിവരം. അതേസമയം ജനുവരി ആദ്യവാരത്തിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. അതിനാൽ തന്നെ സ്കൂൾ തുറക്കും മുമ്പ് കുറഞ്ഞ ചെലവിൽ പ്രവാസി മലയാളികൾക്ക് മടങ്ങിവരാം. കേരളത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്.
ഇത്തവണ അവധിയുടെ ആഴ്ചകൾക്ക് മുമ്പ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്ന വിമാന കമ്പനികൾ പിന്നീട് നിരക്ക് കുറച്ചിരുന്നു. ഇതേ തുടർന്ന് ചെലവ് കുറഞ്ഞ യാത്ര പല പ്രവാസികൾക്കും സാധ്യമായി. പലരും ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിനായി നാട്ടിലേക്ക് പോവുകയും ചെയ്തു. നിരവധി കുടുംബങ്ങളും അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ മടങ്ങിയെത്തും. സൗദിക്ക് പിന്നാലെ ഷെറ്റിൻ കുപ്പിവെള്ളത്തിന് ഒമാനിലും നിയന്ത്രണം. പ്രാദേശിക വിപണിയിൽ നിന്നും ഉൽപ്പന്നം പിൻവലിക്കാൻ സൗദി അറേബ്യ ഉത്തരവിട്ടതിനെ തുടർന്നതിന് പിന്നാലെയാണ് നടപടി. വെള്ളം അണുവിമുക്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുവായ ബ്രാമൈറ്റ് വെള്ളത്തിൽ അമിതമായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഇത് പിൻവലിക്കാൻ ഉത്തരവിട്ടത്. സൗദിയിലെ യനൂബി നജിദ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഷെറ്റിൻ കുപ്പിവെള്ളം നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന കമ്പനികൾക്ക് പുതിയ നിർദ്ദേശം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് നിർദ്ദേശം നൽകിയത്. അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരുടെ വിവരങ്ങൾ കസ്റ്റംസ് അധികാരികളുമായി പങ്കുവെക്കണമെന്നാണ് നിർദ്ദേശം. 2025 ഏപ്രിൽ 1 മുതലാണ് പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നത്. നിർദ്ദേശം പാലിക്കാത്ത വിമാന കമ്പനികളിൽ നിന്നും പിഴയും ഈടാക്കും. 25,000 മുതൽ 50,000 രൂപ വരെയായിരിക്കും പിഴ. 2022 ഓഗസ്റ്റ് 8 പുറത്തിറക്കിയ പാസഞ്ചർ നെയിം റെക്കോർഡ് ഇൻഫർമേഷൻ റെഗുലേഷൻസ് അനുസരിച്ച് നാഷണൽ കസ്റ്റംസ് ടാർഗറ്റിംഗ് സെന്റർ പാസഞ്ചർ രേഖകളിൽ 2025 ജാനുവരി 10 രജിസ്റ്റർ ചെയ്തിരിക്കണം. CBIC അറിയിപ്പ് അനുസരിച്ച് UAE-യിൽ നിന്നുള്ള യാത്രക്കാർ ഉൾപ്പെടെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിലെ എല്ലാ യാത്രക്കാർക്കും ഇത് ബാധകമാണ്. ട്രാൻസിറ്റ് യാത്രക്കാരും ഇതിൽ ഉൾപ്പെടും. വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് യാത്രക്കാരുടെ വിവരങ്ങൾ നൽകണം. മൊബൈൽ നമ്പർ, പണമടച്ച തീയതി, ടിക്കറ്റ് നൽകിയ തീയതി, യാത്രാ പദ്ധതി, അതേ PNR-ലെ മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ എന്നിവ നൽകണം. ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും പോലുള്ള കോൺടാക്റ്റ് വിശദാംശങ്ങൾക്ക് പുറമെ ട്രാവൽ ഏജൻസിയുടെ വിവരങ്ങൾ, ബാഗേജ് വിശദാംശങ്ങൾ, കോഡ് ഷെയർ ഇൻഫർമേഷൻ, വിമാന ടിക്കറ്റുകൾ മറ്റ് വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ എന്നിവയും നൽകണം. വിവരങ്ങൾ നൽകേണ്ടതിൻ്റെ ആദ്യഘട്ടം ഫെബ്രുവരി 10 ആരംഭിക്കും. ഏപ്രിൽ 1 മുതൽ വ്യക്തിഗത വിമാന കമ്പനികൾക്കും 2025 ജൂൺ 1 മുതൽ GDS വഴി പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്കും പൂർണ്ണതോതിൽ നിർദ്ദേശം പ്രാബല്യത്തിലാക്കും. യാത്രക്കാരുടെ പേര്, മൊബൈൽ നമ്പർ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്നും സ്വകാര്യത ഉറപ്പാക്കണമെന്നും വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതം, ജാതി, വംശം, ആരോഗ്യ, രാഷ്ട്രീയ വിവരങ്ങൾ എന്നിവ ശേഖരിക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.